നമസ്കാരം. ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ എന്ന മന്ത്രി പത്നി ആലവട്ടവും വെഞ്ചാമരവും ഒക്കെ വീശി ചിന്താ ജെറോമിനെ പോലുള്ള വിഘടകളായ തോഴികൾക്കൊപ്പം ഉല്ലസിക്കുകയാണ്. പക്ഷേ നവീൻ ബാബുവിന്റെ മക്കളായ നിരുപമയുടെയും നിരഞ്ജനയുടെയും ഭാര്യ മഞ്ജുഷയുടെയും കണ്ണുനീർ കാണാൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല. ഒരുപക്ഷെ അതൊക്കെ കൊണ്ടാകാം, അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ സന്തോഷത്തിമിർപ്പ് മാത്രം കണ്ണിലുള്ളത് കൊണ്ടാകാം മുഖ്യമന്ത്രിക്ക് ഒരു നോക്കെങ്കിലും അവരെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കണമെന്നൊന്ന് തോന്നാത്തത്. മുഖ്യമന്ത്രി എത്ര കഠിന ഹൃദയനാണെങ്കിലും നാട്ടുനടപ്പ് അനുസരിച്ചിട്ടാണെങ്കിലും സ്വന്തം മന്ത്രിസഭയിലെ ഭരണചക്രം തിരിക്കുന്ന അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് തിരോഭവിക്കുമ്പോൾ മുഖ്യമന്ത്രി കാരണം 2 ആഴ്ച ആ കുടുംബം കണ്ണുനീർ വീഴ്ത്തിയിട്ടും അവിടെയൊന്ന് തിരിഞ്ഞു നോക്കണമെന്ന് പോലും തോന്നാതിരുന്നത്. പക്ഷേ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം എന്ന പല ആവർത്തി പറഞ്ഞ് ജനഹൃദയങ്ങളിൽ ഇടം നേടാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു ബോധപൂർവം. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും LDF കൺവീനറും യഥാർത്ഥത്തിൽ ആരോടൊപ്പമായിരുന്നു എന്നത് വാഹനത്തിൽ നിന്ന് ജയിലിലേക്ക് പാത്തും പതുങ്ങിയും ഒക്കെ ദിവ്യ കയറുന്ന ആ ദൃശ്യങ്ങളൊക്കെ കണ്ടവർക്ക് ബോധ്യമാകും. എന്തായാലും സർക്കാരും CPM-ഉം ഇരകൾക്കൊപ്പമല്ല വേട്ടക്കാർക്കൊപ്പമാണെന്ന നിലപാട് ശരിവയ്ക്കുന്നതാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ നൽകിയ അപേക്ഷ. അന്വേഷണം പ്രഹസനമാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഒരു ഉത്തരവ് പോലും ഇല്ലാതെയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാനാണ് പോലീസും ശ്രമിക്കുന്നത്. കൈക്കൂലി ചോദിച്ചെന്നാരോപിച്ച് വ്യാജരേഖ ഉണ്ടാക്കിയത് സംബന്ധിച്ച് ഒരു അന്വേഷണം പോലും നടക്കുന്നില്ല. നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയി കുടുംബത്തിനൊപ്പമാണെന്ന് പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെയാണ് പ്രതിയായ PP ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ സ്വന്തം ഭാര്യയെ അയച്ചതും. ഇത് CPM-ന്റെ ഇരട്ടത്താപ്പാണ്. അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർത്ത് പ്രതിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവും ബോധപൂർവം തന്നെ നടത്തുന്നു. പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള കള്ളക്കളി അവസാനിപ്പിച്ച് നവീൻ ബാബുവിന്റെ ഭാര്യ കുടുംബം ആവശ്യപ്പെടുന്നത് പോലെ CBI അന്വേഷണത്തിന് സർക്കാർ കോടതിയിൽ സമ്മതിക്കുക തന്നെ വേണ്ടിവരും. ഇത്തരം വിഷയങ്ങളിലൊക്കെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് CBI അന്വേഷണത്തിന് സമ്മതിക്കുന്നതായിരുന്നു പതിവ്. എന്നാൽ പിണറായി സർക്കാരിന് അത് ഭയമാണെന്ന് തന്നെ പറയേണ്ടി വരും. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച മരണമുണ്ടായിട്ടും പ്രതികളെ രക്ഷിക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നവീൻ ബാബു കേസിന് പിന്നിൽ ഒരുപാട് വലിയ ദുരൂഹതകളുണ്ട്. പമ്പ് തുടങ്ങുന്ന സ്ഥലവും പമ്പും ആരുടേതാണ്? കോടിക്കണക്കിന് രൂപ മുടക്കി പമ്പ് തുടങ്ങാനുള്ള സാമ്പത്തിക ശേഷി പ്രശാന്തനില്ല. പ്രശാന്തൻ ആരുടെ ബിനാമിയാണ്? സത്യസന്ധമായ അന്വേഷണം നടന്നാൽ ബിനാമി ഇടപാട് ഉൾപ്പെടെയുള്ളവ പുറത്തുവരും. വൻ സാമ്പത്തിക ഇടപാടാണ് നടന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരാളുടെ ബിനാമിയായാണ് പ്രശാന്തൻ പ്രവർത്തിക്കുന്നത്. നിവൃത്തികേട് കൊണ്ടാണ് ദിവ്യയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. ദിവ്യയെ പ്രീതിപ്പെടുത്താനാണ് പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ സ്വീകരിക്കാൻ പോയത്. അതിനു പിന്നിൽ പല കഥകളും പുറത്തു വരാനുണ്ട് എന്നത് തന്നെയാണ്. ദിവ്യയുടെ കയ്യിൽ പല രഹസ്യങ്ങളുമുണ്ട്. ഈ രഹസ്യങ്ങൾ പുറത്തു വരുമെന്ന പേടിയുമുണ്ട്. അത് CPM നേരിടുന്ന ജീർണതയാണത്. സാധാരണക്കാർക്ക് സർക്കാർ നീതി നിഷേധിക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം. ദിവ്യ നവീൻ ബാബുവിനെ അപമാനിക്കാൻ ശ്രമിച്ചത് ആർക്കു വേണ്ടിയാണെന്നും അന്വേഷിക്കേണ്ടതുണ്ട്. ഒരുപാട് ദുരൂഹതകളുള്ള ഈ കേസ് CBI തന്നെ അന്വേഷിക്കണം. ബന്ധുക്കൾ എത്തുന്നതിന് മുൻപേ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി. PP ദിവ്യയുടെ ഭർത്താവും പ്രശാന്തനും ജോലി ചെയ്യുന്ന പരിയാരം മെഡിക്കൽ കോളേജിൽ ഓട്ടോപ്സി ചെയ്യരുതെന്ന നവീൻ ബാബുവിന്റെ ഭാര്യ ആവശ്യപ്പെട്ടിട്ടും അവിടെ തന്നെ ഓട്ടോപ്സി ചെയ്തു. നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ വന്നു പോയെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു CCTV ദൃശ്യം പോലും അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല. കളക്ടറുടെ പങ്കിനെ കുറിച്ചും അന്വേഷിക്കേണ്ടതുണ്ട്. കണ്ണൂരിലെ വിജിലൻസ് CI വിനു മോഹൻ നേരത്തെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ CI ആയിരുന്നു. CPM-ന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഉദ്യോഗസ്ഥനാണെന്നാണ് അറിയപ്പെടുന്നത്. വിനു മോഹനെ വിജിലൻസിലേക്ക് മാറ്റിയതിനു പിന്നിലും ചില കാരണങ്ങളൊക്കെയുണ്ട്. പാർട്ടിക്ക് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ ചുഴലി വില്ലേജിലെ വലിയ ഭൂമി ഇടപാടിനെ കുറിച്ചുള്ള അന്വേഷണം ഒരു വിവരാവകാശ പ്രവർത്തകന്റെ മുൻകൈയിൽ നടന്നു വന്നപ്പോൾ കൃത്യമായ തീരുമാനം എടുക്കേണ്ടതുകൊണ്ടാണ്. ചുഴലി വില്ലേജിലെ സർക്കാർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയവരിൽ പലരും CPM-കാരാണ്. EMS വായനശാലയുടെ പരിസരത്തുള്ള ഇടങ്ങളിലെ ഭൂമിയിലാണ് കൃത്രിമം നടന്നത്.
ഈ CPM ഭൂമാഫിയുടെ തട്ടിപ്പിന്റെ ഫയലുകൾ ADM നവീൻ ബാബുവിന്റെ പക്കലുണ്ടായിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. 1000 ഏക്കറോളം സ്ഥലത്തെ കയ്യേറ്റത്തിന്റെ വിവരങ്ങൾ നവീന്റെ പക്കൽ ഉണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. ഈ രേഖകളുമായി നവീൻ ബാബു നേരിട്ട് വിജിലൻസ് ഓഫീസിലേക്ക് പോയതാണോ അതോ വിനു മോഹൻ വിളിച്ചു വരുത്തിയതാണോ എന്ന് പരിശോധിക്കണം. കാരണം അതേ ദിവസം ഉച്ചയ്ക്ക് 1:30 പരാതിക്കാരനായ TV പ്രശാന്തൻ ഈ വിജിലൻസ് ഓഫീസിന്റെ മുന്നിൽ നിൽക്കുന്ന CCTV ദൃശ്യങ്ങൾ ഒരു ചാനൽ പുറത്തുവിട്ടിരുന്നു. വൈകുന്നേരം 4 മണി കഴിഞ്ഞ് നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ PP ദിവ്യ ഭീഷണിപ്പെടുത്തിയത് കാണിച്ചു തരാമെന്നാണ്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ്. ഒന്നുകിൽ ഇത് ദിവ്യയും TV പ്രശാന്തനും ഒരുമിച്ചെഴുതിയ ഒരു ദൃശ്യം മോഡൽ തിരക്കഥയുടെ ഭാഗമായി വിജിലൻസ് ഓഫീസർ നവീൻ ബാബുവിനെ വിളിപ്പിച്ചതാവാം. അതല്ലെങ്കിൽ നവീൻ ബാബു തന്റെ കയ്യിലെ രേഖകൾ കൈമാറാൻ പോയതുമാകാം. അവിടെ പോയതിനു ശേഷമാണോ അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണോ നവീൻ ബാബുവിനെ കാണാതെയായത്? ഇക്കാര്യം ആർക്കും അറിയില്ല. വിജിലൻസ് ഉദ്യോഗസ്ഥൻ വിനു മോഹൻ അടക്കമുള്ളവരുടെ മൊഴി പോലീസ് എടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. വിനു മോഹന്റെ സഹോദരൻ ഡയറക്ടറായ കാർട്ടൺ കമ്പനിയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ അനേകം കരാർ ജോലികൾ എടുത്തിരിക്കുന്നത്. ഇതും പരിശോധിക്കേണ്ടതല്ലേ എന്ന ചോദ്യം ഉയരുന്നു. മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. മഞ്ജുഷയുടെ മൊഴിയെടുക്കാനെത്തിയ കണ്ണൂർ ടൗൺ പോലീസ് CI ശ്രീജിത്ത് കൊടേരി. ഈ ഉദ്യോഗസ്ഥനും CPMന്റെ രഹസ്യ കാവൽക്കാരിൽ ഒരാളാണെന്നാണ് സംസാരം. നവീൻ ബാബുവിന് യാത്രയയപ്പ് നൽകിയ ദിവസം ശ്രീജിത്ത് കൊടേരി ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നതും അന്വേഷിക്കേണ്ടത് തന്നെ. CPMന്റെ അതീവ വിശ്വസ്തനെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിലനിർത്തുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഇടപാടുകൾ തന്നെ അന്വേഷിക്കേണ്ട സാഹചര്യമുള്ളപ്പോൾ അയാൾ അന്വേഷണ ഉദ്യോഗസ്ഥനായാൽ അതിന്റെ ഗതി എന്താകും? 1 ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് സ്വർണം പണയം വെച്ചയാളാണ് TV പ്രശാന്ത്. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് കോടികൾ വേണ്ട പെട്രോൾ പമ്പിനായി പണം മുടക്കിയതെന്ന് അന്വേഷിക്കേണ്ടതാണ്. പ്രശാന്തന്റെയോ CPMന്റെയോ ബിനാമി ഇടപാടുകളെ കുറിച്ചും അന്വേഷണം നടത്തിയിട്ടില്ല. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതിന് മുമ്പ് വിജിലൻസ് എന്തുകൊണ്ട് നവീൻ ബാബുവിനെ വിളിപ്പിച്ചു? അല്ലെങ്കിൽ നവീൻ ബാബു വിജിലൻസിൽ എന്തുകൊണ്ട് പോയി എന്ന് അന്വേഷിച്ചിട്ടില്ല? TV പ്രശാന്തന്റെ ഒപ്പിലെ വൈരുദ്ധ്യം എന്തുകൊണ്ട് അന്വേഷിച്ചിട്ടില്ല? ആരാണ് യഥാർത്ഥത്തിൽ പെട്രോൾ പമ്പിനായി പണം മുടക്കുന്നത് എന്നതടക്കം ഇപ്പോഴും പുറത്തു വരാത്തത് മറ്റൊരു വസ്തുത. മാത്രമല്ല, ദിവ്യ ഈ വിഷയത്തിലെടുത്ത അമിത താല്പര്യത്തിന് പിന്നിൽ എന്താണെന്നതും ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. കൈക്കൂലി നൽകാൻ സ്വർണം പണപ്പെടുത്തിയ ആളാണ് പ്രശാന്ത്. അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് പമ്പ് തുടങ്ങാൻ പണം എന്ന കാതലായ ചോദ്യത്തിൽ ഇപ്പോഴും മൗനം. പ്രശാന്തന് പിന്നിൽ ബിനാമികളിലേക്ക് അന്വേഷണം തിരിഞ്ഞിട്ടുമില്ല. എന്തായാലും CBI അന്വേഷണം വരുന്നതോടെ കാര്യങ്ങൾക്കെല്ലാം കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കുമെന്ന് തന്നെ വിചാരിക്കാം. നന്ദി.